സ്വർണം വാങ്ങരുതെന്നും പെട്രോൾ അടിക്കരുതെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് എത്ര വിചിത്രമാണ്. പണ്ട് ചരിത്ര പഠന ക്ലാസ്സിൻ്റെ ഭാഗമായി കുട്ടികളെ പഠിപ്പിച്ച ഒരു പാഠപുസ്തകമുണ്ട്. ആ പാഠപുസ്തകത്തിലെ ഒരു പാഠം ഞാൻ ഓർത്തു പോവുകയാണ്. അതിലെ ഒരു വരിയാണ് പ്രത്യേകിച്ചും ഞാൻ ഓർക്കുന്നത്. തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരം എന്നാണ് അന്ന് നമ്മൾ പഠിച്ചത്. ഹിസ്റ്ററി പരീക്ഷയ്ക്ക് തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരം എഴുതുക എന്ന് പറഞ്ഞാൽ അത് എഴുതുന്നതിന് വേണ്ടി എല്ലാവരും കാണാതെ പഠിക്കുമായിരുന്നു. ആ തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് ചരിത്രം പഠിച്ചിട്ടുള്ള ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് 70 വർഷക്കാലമായി കോൺഗ്രസും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും പടുത്തുയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിറ്റുതുലയ്ക്കുവാനും സാധാരണക്കാരന് ജീവിക്കുവാനുള്ള അവസരം നിഷേധിക്കുവാനും വ്യഗ്രത കാട്ടുന്നു എന്ന് ഏതൊരാൾക്കും കാണാൻ കഴിയും. 60 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം കോൺഗ്രസ് ഭരിച്ചപ്പോൾ 450 രൂപയ്ക്ക് താഴെയായിരുന്നു ഗ്യാസിൻ്റെ വില. എന്നാൽ വെറും 10 വർഷക്കാലം BJPയുടെ നേതൃത്വത്തിൽ ഭരണം നടത്തിയപ്പോൾ ഗ്യാസിൻ്റെ വില 1000 കടന്നു. വിചിത്രമെന്ന് നിങ്ങൾക്കൊക്കെ തോന്നാം, പക്ഷേ എന്നെപ്പോലെയുള്ളവർക്ക് വിചിത്രമെന്ന് തോന്നില്ല. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ മുതലാളിത്തത്തെ സഹായിക്കുവാൻ വേണ്ടിയാണ് BJPയും BJPയുടെ രാഷ്ട്രീയവും നിലകൊള്ളുന്നത് എന്ന് അവരുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇല്ല എന്ന് വേണമെങ്കിൽ മുട്ടുന്യായം പറയാം. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലിന് വില വർദ്ധിച്ച വർഷം ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴായിരുന്നു. ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില $152 കുതിച്ചുയരുന്ന കാലഘട്ടമായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചത്. എന്നാൽ അന്നും കേരളത്തിലും ഇന്ത്യയിലും ആകമാനവും ഗ്യാസിൻ്റെ വില 450 രൂപയിൽ താഴെയായിരുന്നു. അതുപോലെ തന്നെ പെട്രോളിൻ്റെ വില 73 രൂപയിൽ താഴെയായിരുന്നു. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലിന് വില താന്നത് നരസിംഹറാവുവിന് ശേഷം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോഴാണ്. $152 മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെയും ഭാരതത്തിലെയും പെട്രോളിയം കമ്പനികൾ ക്രൂഡ് ഓയിൽ ലോക മാർക്കറ്റിൽ നിന്നും വാങ്ങിയെങ്കിൽ നരേന്ദ്രമോദി കടന്നു വന്നപ്പോൾ ലോകത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുകയാണ് ഉണ്ടായത്. അതും കുത്തനെ കുപ്പുകുത്തുകയാണ് ഉണ്ടായത്. വെറും $56 ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു. ഇന്ത്യ മഹാരാജ്യം മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ ഉണ്ടാക്കിയ നിയമം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ വില കൂടുന്നതനുസരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടുവാനും ക്രൂഡ് ഓയിൽ വില കുറയുന്നതനുസരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുവാനുമുള്ള നിയമമാണ് ഉണ്ടാക്കിയത്. എന്നാൽ എന്താണ് നരേന്ദ്രമോദി ചെയ്തത്? ക്രൂഡ് ഓയിൽ വില $152 നിന്നും വെറും $56 വില താന്നിട്ടും ഇന്ത്യയിലെ ബഹുരാഷ്ട്ര കുത്തകകളാകുന്ന ഇന്ത്യയിലെ വൻകിട കുത്തകകളാകുന്ന പെട്രോളിയം കമ്പനികൾക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട് കൊടുക്കുക മാത്രമാണ് നരേന്ദ്രമോദി ചെയ്തത്. 73 രൂപയായിരുന്നു $152 വില ക്രൂഡ് ഓയിലിന് ബാരലിനുണ്ടായിരുന്ന സമയത്തെങ്കിൽ അത് $56 താന്നപ്പോൾ 73 നിന്നും 103 108 പെട്രോളിയം വില കൂടുന്ന രസകരമായ കാഴ്ച കണ്ടു. പക്ഷേ ജാതിയും മതവും പറഞ്ഞ് മനുഷ്യൻ്റെ മനസ്സിനെ മലീമസമാക്കുന്ന നരേന്ദ്രമോദിയും കൂട്ടാളികളും പാവം പിടിച്ച ജനത്തിന് കിട്ടേണ്ട നേട്ടം ബഹുരാഷ്ട്ര മുതലാളിമാർക്ക് കവർന്നു കൊടുക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. കോടീശ്വരന്മാരെ ശതകോടീശ്വരന്മാരാക്കി അദാനി അംബാനിയുമൊക്കെ അങ്ങനെ ലോകത്തിലെ നമ്പർ 1 പണക്കാരാക്കി അവരെ മാറ്റി. പക്ഷേ പട്ടിണി പാവങ്ങൾ ഈ നാട്ടിൽ ഇപ്പോഴും ജീവിക്കാൻ മാർഗമില്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി വിദേശികളുടെ ലെങ്കോട്ടി കഴിയേണ്ട അവസ്ഥ സൃഷ്ടിച്ചു എന്നതാണ് സത്യം. ഈ കേരളം തന്നെ എടുക്കാം. കേരളത്തിൽ ഇവർ വിരോധം പറയുന്ന മുസ്ലിം രാജ്യങ്ങളില്ല എങ്കിൽ എങ്ങനെയാണ് പട്ടിണിയില്ലാതെ കഴിയാൻ കഴിയുക? ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു, നിങ്ങൾ സ്വർണം വാങ്ങരുത്, പെട്രോൾ അടിക്കരുത് എന്ന്. നരേന്ദ്രമോദിക്ക് മുമ്പും നിരവധി പ്രധാനമന്ത്രിമാർ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നു. നരേന്ദ്രമോദി ഇന്ത്യയിൽ വരുന്നതിന് മുമ്പും ലോകത്തിൽ പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊക്കെ ഇന്ത്യ മഹാരാജ്യം പിടിച്ചു നിന്നിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥ കുപ്പുകുത്തുമ്പോഴും ഇന്ദിരാ പ്രിയദർശിനി ഇന്ത്യയിൽ കൊണ്ടുവന്ന ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെ ഇന്ത്യ മഹാരാജ്യം പിടിച്ചു നിന്നു. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളോട്
അയാൾ പറയുന്ന ഈ വിഡിത്തം കേട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിടുന്ന, അതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ജനങ്ങളോട് പറയുന്നത് ഇത് തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരത്തിന് തുല്യമാണ്. ഈ കഴുതക്കുട്ടൻ്റെ ജൽപ്പനങ്ങൾക്ക് നമ്മൾ വില കൊടുക്കാൻ പാടില്ല. കാരണം ഈ രാജ്യത്തെ അദാനിമാർക്കും അംബാനിമാർക്കും വിറ്റ് കാശാക്കുവാനുള്ള അവസരമൊരുക്കുകയും അതിന് വർഗീയതയെന്ന മൂടുപടമണിഞ്ഞുകൊണ്ട്, ഹിന്ദുപ്രേമമെന്ന മൂടുപടമണിഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.